ചേച്ചി, നമുക്കറിയാം ഇന്നലെ നിലമ്പൂർ മുൻ MLA ആയിരുന്ന PV അൻവറിനെ ED ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. കഴിഞ്ഞ 5 വർഷമായി PV അൻവറിന്റെ സ്വത്തിൽ വലിയ വർധന ഉണ്ടായി എന്ന കേസിലാണ് ചോദ്യം ചെയ്തത്. ED വിട്ടയച്ചു. അതിനുശേഷം PV അൻവർ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ സംസാരിച്ചത് കൊണ്ടാണ് തന്റെ പേരിൽ ഇത്തരം കേസ് വരുന്നത്. തന്നെ മുഖ്യമന്ത്രി നേരിട്ടാണ് ഇഡിക്ക് പരാതി നൽകുന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്ന് PV അൻവർ പറയുന്നു. അതിന്റെ PV അൻവർ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് ഒരു വശം. മറുവശത്ത് കേരളം കണക്ട് ചെയ്ത് വെക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കണക്ട് ചെയ്ത് നോക്കാൻ പോകുന്ന കാര്യം, വളരെ സ്ട്രോങ് ആയി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിനെതിരെ CBIക്ക് വിടുന്ന പുനർജനി പദ്ധതി കേസ് CBIക്ക് വിടുമ്പോൾ PV അൻവർ പറഞ്ഞത്, അല്ലെങ്കിൽ PV അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും PV അൻവറിന്റെ ഈ പ്രസ്താവന മുഖ്യമന്ത്രി പിണറായി വിജയനെയും പാർട്ടിയെയും അടിക്കുന്ന തരത്തിലായില്ലേ? അതെ, ഇപ്പോൾ PV അൻവർ UDF-മായി ഒരു അസോസിയേറ്റ് കക്ഷിയായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പിണറായി വിജയനും PV അൻവറും പണ്ട് മച്ചാ കമ്പനിയായിരുന്നു. രണ്ടുപേരും ചേർന്നായിരുന്നു ഇവിടെ പല കാര്യങ്ങളും നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ നിന്നും PV അൻവർ അവിടെ നിന്ന് തെറ്റിപ്പിരിഞ്ഞു. അത് ആരുടെ തെറ്റാണ്, ആരുടെ കുറ്റമാണ് എന്നുള്ളതെല്ലാം ജനങ്ങൾ തെറ്റിപ്പിരിഞ്ഞു എന്ന് പറയുമ്പോൾ പോലും ചേച്ചി, എന്താണ് പിണറായി വിജയനെ CPM-നെ തകർക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ എന്താണ് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ശക്തനായിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ശക്തമായി നയിക്കുകയും LDF-നെ വലിയ രീതിയിൽ തന്നെ പരാജയപ്പെടുത്തുകയും ചെയ്ത UDF-നെ, കോൺഗ്രസിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും LDF-ന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല വിഷയങ്ങളിലും മൗനം പാലിക്കുന്ന മുഖ്യമന്ത്രിയാണ് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ മാധ്യമങ്ങളെ കാണുന്നു, സെൻസർ ചെയ്ത് മാത്രം മാധ്യമങ്ങളെ കാണുന്നു, ബൈറ്റ് കൊടുക്കുന്നു, ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ VD സതീശനെ എങ്ങനെയും സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പുനർജനി വിഷയം ഇപ്പോൾ വീണ്ടും കുത്തിപ്പൊക്കിയത് എന്ന് പറഞ്ഞാൽ, അതിൽ അന്വേഷണം നടക്കുന്നു, അതിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് തെളിയുക, അതൊന്നുമല്ല. ജനങ്ങളുടെ ഇടയിൽ ഒരു ചർച്ച ലൈവാക്കി നിർത്തുക, അതായത് കോൺഗ്രസ് അല്ലെങ്കിൽ VD സതീശൻ അഴിമതിക്കാരനാണ് എന്ന രീതിയിൽ ഒരു ചർച്ച നടത്തി ക്യാപ്സ്യൂളുകൾ വിതരണം ചെയ്യുക, അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോൾ PV അൻവർ UDF-മായി സഹകരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ PV അൻവറിനെതിരെയും അങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ ഒരു മൊത്തത്തിലൊരു ചർച്ച നടക്കുമല്ലോ. ED അന്വേഷണം വരുന്നു, അത് അന്വേഷണം നടക്കട്ടെ, അതിൽ PV അൻവർ കുറ്റക്കാരനാണെങ്കിൽ അത് അതിന്റെ വഴിക്ക് പോകട്ടെ എന്നല്ലാതെ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അവർ UDF-നെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്തരം ചർച്ചകൾ നടത്തേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഭാഗത്ത് തന്നെ, അതായത് LDF CPM-ന്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ അവർ ഒരു നടപടിയെടുക്കുകയോ അതിനെക്കുറിച്ച് വായ തുറക്കുകയോ ചെയ്യുന്നില്ല. ശബരിമല സ്വർണ്ണ കേസിൽ ഈ ഒരു കാര്യം പ്രധാനമായി ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. പത്മകുമാറിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏവരും അത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. വ്യക്തമായി തന്നെ SIT പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തു. എന്നിട്ടും പാർട്ടിയിൽ നിന്ന് ഒരു നടപടി, ഇപ്പോഴും പത്മകുമാർ പാർട്ടിക്കാരനായി തന്നെ നിലകൊള്ളുന്നു എന്നുള്ളത്. അപ്പൊ പാർട്ടി അവരെ സംരക്ഷിക്കുന്നു. ആദ്യം അവരുടെ പാർട്ടിക്കുള്ളിലെ കാര്യങ്ങൾ അവർ കൃത്യമായി ചെയ്യട്ടെ. അത് കഴിഞ്ഞ് പാർട്ടിക്ക് പുറത്തുള്ളവരുടെ മേലുള്ള കുറ്റാരോപണങ്ങളെ കുറിച്ചും അവർ ശിക്ഷിക്കപ്പെടണോ വേണ്ടേ, അവരുടെ അഴിമതിയെ കുറിച്ചുമെല്ലാം അന്വേഷിക്കട്ടെ. അപ്പോൾ VD സതീശൻ ചോദ്യം ഉണ്ടായിരുന്നു, UDF വകയായിട്ടാണ് ചൂരൽമലയിൽ 300 വീടുകൾ പണിയാൻ, 400 വീടുകളിൽ 300 വീടുകളും അതിന്റെ നടപടികൾ ആരംഭിക്കുകയും പുരോഗമിക്കുകയും ചെയ്യുന്നതും UDF-ന്റെ കീഴിലാണ്. അങ്ങനെയാണെങ്കിൽ സർക്കാരിന് ചെയ്യാവുന്ന 100 വീടിന്റെ കാര്യത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്? മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ ചൂരൽമലയ്ക്ക് വേണ്ടി കളക്ട് ചെയ്ത കാശിന്റെ പുറത്ത് അടയിരിക്കുകയാണ്. അത് ഇനിയും വിരിഞ്ഞ് കൂടുതൽ പൈസ ആവുമെന്ന് വിചാരിച്ചിട്ടാണോ എന്നറിയില്ല, അതിന്റെ മേലെ അടയിരിക്കുകയാണ്. ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഇവിടെ ക്യാപ്സ്യൂളുകൾ ഇറക്കും, 100 കണക്കുകളാണ് വിവരിക്കുന്നത്. പണ്ട് കേന്ദ്രത്തിന് ഒരു ലിസ്റ്റ് കൊടുത്തതുപോലെ ഒരു ശവമടക്കിന് 75 ലക്ഷം എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അതുപോലെ 100 കണക്കുകൾ ഇവിടെ നിരത്തും സഖാക്കന്മാർ. പക്ഷെ അങ്ങനെയല്ല. ഈ പറഞ്ഞ 100 വീടുകളുടെ കാര്യത്തിൽ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതിന് ഇതുവരെ മറുപടി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ എതിരാളികളെ 100 കൂട്ടം കേസുകളിലും ആരോപണങ്ങളിലും കുരുക്കുക എന്ന ഒരു ലക്ഷ്യവുമായാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ഈ LDF-ഉം പ്രത്യേകിച്ച് CPM-ഉം ചെയ്തു തുടങ്ങുന്നത്. ഇപ്പോ മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ LDF-ന്റെ വാദം എന്ന് പറയുന്നത് 110 സീറ്റാണ്.
നമുക്കറിയാം കേരളത്തിലാകെ 140 നിയോജക മണ്ഡലങ്ങളേ ഉള്ളൂ. അതിൽ 110 സീറ്റ്, 99 സീറ്റ് രണ്ടാം പിണറായി സർക്കാരിന് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഈ 110 സീറ്റ് എന്ന് പറയുന്നത്. എന്താണ്, കുന്നോളം ആഗ്രഹിച്ചാലേ കുരുവോളം കിട്ടൂ എന്നൊരു വിശ്വാസമുണ്ട്. പക്ഷേ ഇതിപ്പോ ആഗ്രഹം വളരെ വലുതായില്ലേ. കാര്യം വേറൊന്നുമല്ല, 99 സീറ്റ് അവർക്ക് കിട്ടി, അത് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി നമ്മൾ മനസ്സിൽ കാണണമല്ലോ, എന്നിട്ട് വേണമല്ലോ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്താൻ. അതിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായിരുന്നു എന്ന് വ്യക്തമാണ്. അതായത് ഈ CPM-നും അറിയാം അങ്ങനെയാണെന്ന്, അവരത് പരസ്യമായി അംഗീകരിക്കുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഏവർക്കും അറിയാം ഭരണവിരുദ്ധ വികാരം തന്നെയാണ് അതിലുണ്ട് എന്ന്. ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും അത് മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് എനിക്കൊരു എതിരഭിപ്രായമുണ്ട്. ഈ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണ്ട, കൃത്യമായി കൊടുക്കണമല്ലോ. അതെ, അത് കൊടുക്കുന്നത് എപ്പോഴാണ്? ഈ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് വരുമ്പോൾ ഇങ്ങനെ കുറച്ച് ഇപ്പോൾ പുതിയൊരു പരിപാടിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. 50 ദിന കർമ്മ പരിപാടി എന്ന് പറഞ്ഞു, മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയായിട്ട്. അപ്പോൾ അതിനെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾ ജനങ്ങൾ വ്യാഖ്യാനിക്കേണ്ടതെന്ന് വെച്ചാൽ, സർക്കാർ ചെലവിൽ ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തുന്നു. സർക്കാർ ചെലവിൽ എന്ന് പറയുന്നത് ഖജനാവിലെ നമ്മുടെ നികുതി പണം ഖജനാവിലെ കാശുകൊണ്ട് അവരുടെ LDF-ന്റെ പ്രചരണം നടത്തുന്നു എന്ന് വേണം മനസ്സിലാക്കേണ്ടത്. അല്ലേ ജി? 110 സീറ്റ് തങ്ങൾക്ക് കിട്ടും എന്ന് പറയുന്നുണ്ടല്ലോ. അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കി എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, തങ്ങൾക്ക് ഭയമില്ല ഈ തെരഞ്ഞെടുപ്പിനെ, തങ്ങൾ കോൺഫിഡന്റ് ആണ്, തങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ പരാജയമൊന്നും ഞങ്ങളെ തളർത്തിയിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും ജയിക്കുന്ന മുന്നണിയാണ്, അല്ലെങ്കിൽ ജയിക്കുന്ന പാർട്ടിയാണ് എന്ന് പൊതുജനത്തിന് മുന്നിലേക്ക് വെക്കുന്ന ഒരു ആശയം പോലെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 100 സീറ്റ് എന്ന് കോൺഗ്രസ് പറഞ്ഞപ്പോൾ പരിഹസിച്ചവരാണ് 110 സീറ്റ് എന്ന് പറയുന്നത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി അല്ലെങ്കിൽ MV ഗോവിന്ദനോ പറയട്ടെ, ഈ 100 സീറ്റ് തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് താൻ പോകുമെന്ന് VD സതീശൻ പറഞ്ഞതുപോലെ 110 സീറ്റ് തങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ തങ്ങളും രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നൊക്കെ പറയട്ടെ. അപ്പോഴാണല്ലോ ഇത് കൊഴുക്കുന്നത്. അതൊക്കെ പറയാൻ കുറച്ചുകൂടെ ഒരു ആത്മധൈര്യം വേണം. അവർക്ക് തന്നെ വിശ്വാസമില്ല യഥാർത്ഥത്തിൽ. ഈ 110 എന്നൊക്കെ പറഞ്ഞങ്ങ് തള്ളിയെന്നേ ഉള്ളൂ. ആൾക്കാരുടെ മുന്നിൽ ഒരു ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നേ ഉള്ളൂ. അവർക്ക് തന്നെ വിശ്വാസമില്ല. കാരണം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ വിലയിരുത്തലുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? അത് അവർക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അവർക്ക് അറിയാമെങ്കിൽ പോലും അത് പൊതുജനത്തിന്റെ മുന്നിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ, അത് ഒരിക്കലും അങ്ങനെ തന്നെയാണ്. അവരവരുടെ പരാജയങ്ങളൊന്നും അംഗീകരിക്കാറില്ല. പരാജയത്തെ ഉൾക്കൊള്ളാൻ പോലും അവർ പലപ്പോഴും തയ്യാറാവാറില്ല. ഇപ്പോഴും പറയില്ലേ, KK ശൈലജ ട്രോളിനാണെങ്കിലും പറയും തോറ്റു എന്ന് അവർ വിശ്വസിക്കുന്നില്ല എന്ന് പറയും പോലെ, ഈ 110 എന്ന് പറയുന്നത് അത് എന്തിനാണ്? ആൾക്കാരുടെ ഇടയിൽ കുറെ വിഭാഗം ആൾക്കാരുണ്ടല്ലോ, ജയിക്കുന്നവർക്ക് നമ്മൾ വോട്ട് കൊടുക്കുന്നവർ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ ഇടയായിട്ടുള്ള വർഗീയത, ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന വർഗീയത മാത്രമല്ല, AK ബാലൻ പറഞ്ഞ വർഗീയത, ഇതെല്ലാം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. AK ബാലന്റെ വിഷയത്തിൽ രണ്ട് അഭിപ്രായം തന്നെയാണ് ഇപ്പൊ CPM-നുള്ളത്. AK ബാലനോടൊരു മൃദുവായ സമീപനമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. എന്നാൽ മറുവശം പറയുന്നത് ഇത്തരം പരാമർശങ്ങൾ ന്യൂനപക്ഷങ്ങളെ തങ്ങളിൽ നിന്ന് അകറ്റും, അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്ന് പറയുമ്പോൾ പോലും ഒരു വിഭാഗം ഇപ്പോഴും ഒരു മൃദു സമീപനം AK ബാലനെ തള്ളണോ കൊള്ളണോ എന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഇവർക്ക് ന്യൂനപക്ഷങ്ങളെ മുഴുവനായി വെറുപ്പിച്ചുകൊണ്ട് വർഗീയത പറഞ്ഞുകൊണ്ട് ഭൂരിപക്ഷങ്ങളെ മാത്രം ഒപ്പം നിർത്താൻ ശ്രമിച്ച് 110 സീറ്റ് ഇവർ എന്ത് മാജിക്കാണ് കാണിക്കുക? അല്ല, ഇവരെപ്പോ ഉദ്ദേശിക്കുന്നത് ഈ BJP-യിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ഭൂരിപക്ഷത്തിന്റെ വോട്ടും UDF-ലേക്ക് പോകാൻ സാധ്യതയുള്ള ഭൂരിപക്ഷത്തെയും ഇവർക്ക് കൂടെ നിർത്താനാകുമെന്നാണ് ഇവർ കരുതുന്നത്. അല്ലെ, വർഗീയത പറഞ്ഞാൽ ഭൂരിപക്ഷം കൂടെ നിൽക്കുന്ന തെറ്റായ തെറ്റിദ്ധാരണയാണ്. അത് ഇവരുടെ തെറ്റിദ്ധാരണയാണ്. അവരുദ്ദേശിക്കുന്നത് ഇവിടുത്തെ ഈ കേരളത്തിലെ ഹൈന്ദവ സമൂഹം ഇപ്പോ ഇത്തരം വർഗീയ പരാമർശങ്ങൾ കേൾക്കുമ്പോൾ നേരെ ഇവർ ധരിച്ചു വെച്ച BJP അങ്ങനെയാണ് ഇവിടുത്തെ ആൾക്കാരെ സ്വാധീനിച്ചതെന്നും ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP നേട്ടം കൊയ്തതുമെല്ലാം അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് അതേ തന്ത്രം ഇവർ പയറ്റി നോക്കുന്നതാണ്. പക്ഷെ അതിനൊന്നും ഇവിടെ കേരള മണ്ണിൽ ഒരു സ്ഥാനവുമില്ല എന്നുള്ള കാര്യം ഇവർ തിരിച്ചറിയേണ്ടതാണ്. അതായത് ശബരിമല വിഷയം, സ്ത്രീ പ്രവേശന വിഷയം മുതൽ ഇവർ വിശ്വാസികളോടെടുത്ത ആ ഒരു സമീപനമുണ്ടല്ലോ, ആ സമീപനം വളരെ മോശമായിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഒരു വിഭാഗം വിശ്വാസികളായ ഈ ഭൂരിപക്ഷം ഹൈന്ദവ സമൂഹം BJP-യോടൊപ്പം ചേർന്നത്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ മണ്ണിൽ BJP-ക്ക് വളരാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് LDF ആണ്. അതെ, ശബരിമലയിൽ നവോത്ഥാനം എന്ന് പറഞ്ഞ് സ്ത്രീകളെ കയറ്റി BJP-ക്ക് കേരളത്തിൽ ഒരു അടിത്തറ ഇട്ട് കൊടുത്തത് LDF ആണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ വീണ്ടും ശ്രമിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള പോലൊരു വിഷയം കൊടുക്കുമ്പോൾ അത് BJP-ക്ക് ഗുണകരമാകും എന്നാണ് ഞാൻ ആദ്യം കരുതുന്നത്. കാര്യം നമുക്കറിയാം
ശബരിമല സ്ത്രീകളെ കയറ്റിയ സമയത്ത്. പക്ഷെ അത്രത്തോളം അത് വിജയിച്ചില്ല. പക്ഷെ ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയപ്പോൾ BJPക്ക് കേരളീയ മണ്ണിൽ വളരാനുള്ള ഒരു അവസരം കൂടി LDF കൊടുത്തു എന്നുള്ളത് യാതൊരു സംശയവുമില്ല. ആ ശബരിമല വിഷയത്തിൽ തന്നെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഈ LDF ഇവിടെ തകർന്നടിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.